ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്ന ഒരു പരിപാടി ഉണ്ട്. ഓഫീസിൽ ഇരുന്നിട്ട് തീരെ പ്രൊഡക്റ്റീവ് എല്ലാം തോന്നി കഴിഞ്ഞാൽ ഞാൻ നേരെ താഴെ ഏതെങ്കിലും കഫേയിൽ വന്നിരുന്നിട്ട് അവിടുന്ന് പണിയെടുക്കും. അവിടെ അപ്പോൾ കുറെ ചുറ്റും കുറെ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഓരെ കാണിക്കാൻ വേണ്ടിയിട്ടും ഓരുണ്ട് എന്നുള്ള ഒരു ബോധത്തിലും ഞാൻ നന്നായിട്ട് പണിയെടുക്കായിരുന്നു. 1920കളുടെ അവസാനത്തിൽ യുഎസിലെ ഹോദോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടറിയിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തി. അവിടെയുള്ള എംപ്ലോയീസിന്റെ ഇടയിൽ ലൈറ്റിംഗിന് എത്രത്തോളം പ്രൊഡക്ടിവിറ്റി ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവർ ലോ ലൈറ്റിലും ഹൈ ലൈറ്റിലും എംപ്ലോയീസിനെ കൊണ്ട് പണിയെടുപ്പിച്ചു. ഹൈ ലൈറ്റിൽ പണിയെടുപ്പിച്ച സമയത്ത് എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി ഏറ്റവും പീക്കിലെത്തി. ആൻഡ് ലോ ലൈറ്റിൽ പണിയെടുപ്പിച്ച സമയത്ത് എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി അതേ പീക്കിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഞെട്ടി. ലോ ലൈറ്റിലും ഹൈ ലൈറ്റിലും എല്ലാ എംപ്ലോയീസും ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എന്താ അത്ഭുതം എന്ന് ആലോചിച്ചവർ. ആൻഡ് ദേ കെയിം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ലൈറ്റിംഗിന് അവിടെ ഒരു എഫക്റ്റും ഇല്ലായിരുന്നു. ഈ എക്സ്പെരിമെന്റ് കാരണം എംപ്ലോയീസിനെ എല്ലാവരും മുതലാളിമാർ നോക്കി നിൽക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അവർ അത്രയും പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്തത്. എങ്ങനെയാണ് ഈ ഹോദോൺ എഫക്ട് എന്ന് പറഞ്ഞിട്ടുള്ള പേര് വരുന്നത്? ഇത് ആക്ച്വലി നല്ല രസമുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ഹാക്കാ. അത് നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിരിക്കും. പണ്ട് എക്സാം എഴുതുന്ന ടൈമിന് നമ്മൾ എഴുതിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ടീച്ചർ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ മറ്റേ എഴുതുന്ന പരിപാടിയില്ലേ, നമ്മൾ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ ബോസ് നമ്മുടെ അടുത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് എന്തൊക്കെ കാണിക്കുന്നത്, ഏതൊക്കെ ടാബ് ഓപ്പൺ ആക്കുന്നത്, വാട്സപ്പിൽ ചാറ്റ് ഒക്കെ ചെയ്യുന്നത് സെയിം സാധനം തന്നെ. നമ്മൾ ആരെങ്കിലും നോക്കുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ പ്രൊഡക്ടിവിറ്റിനെക്കാളും നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ ഒരു ബിഹേവിയറൽ പാറ്റേൺ ആണ് ഹോദോൺ എഫക്ട് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പല രീതിയിലും പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഹോപ്പ് ദാറ്റ് വാസ് എ ന്യൂ നോളജ് ഫോർ യു. ഇനി നിങ്ങളെ നോക്കി നിൽക്കാൻ ആരുമില്ല, നിങ്ങളെ ഒബ്സർവ് ചെയ്യാൻ ആരുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നാണ്, ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ 2 hours ഓഫ് എ ജർമ്മൻ സോൾജർ വാച്ചിങ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ഓണാക്കി വെച്ചോ, നല്ല രസമുള്ള വീഡിയോ. ഇങ്ങനെ 2 മണിക്കൂറിന്റെ ഒരു വലിയ വീഡിയോ. അതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ജർമ്മൻ സോൾജർ ഇങ്ങനെ വന്ന് നോക്കും, നമ്മളിതിനും ചെയ്യുന്നത് നോക്കിയിട്ട് ആളിങ്ങനെ പോകുന്നൊരു പരിപാടി. വെറുതെ ഫൺ. അപ്പോൾ ശരി.